അനുഗ്രഹപൂമഴ പൊഴിയൂ അനവരതം കൃപ ചൊരിയൂ അനുഗ്രഹപൂമഴ പൊഴിയൂ അനവരതം കൃപ ചൊരിയൂ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
ആവശ്യമായ കാര്യം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്ഷാരഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിൽ തുടരുകയും മനുഷ്യവംശത്തിന് ശാന്തിയും സമാധാനവും നൽകുകയും ചെയ്യുന്നുവല്ലോ. ഈ ദൈവിക രഹസ്യങ്ങൾ പരിക്രമം ചെയ്യുവാൻ വരികയിനായി ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിയോട് നിൽക്കുന്ന തിരുസഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സഖാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്ന ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും
ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴിയായ ശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കരുണത്താലും അനുഗ്രഹത്താൽ ഞങ്ങളെയും സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കർത്താവ് തന്റെ ദേശത്തെ അസഹിഷ്ണുവാവുകയും തന്റെ ജനത്തോട് കാണിക്കുകയും ചെയ്തു. കർത്താവ് തന്റെ ജനത്തിന് ഉത്തരവരുളി, ഇതാ ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു. നിങ്ങൾ സംതൃപ്തരാകും. ജനതകളുടെ ഇടയിൽ ഇനി നിങ്ങളെ ഞാൻ പരിഹാസപാത്രമാക്കുകയില്ല. വടക്ക് നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ആട്ടിപ്പായിക്കും. വരണ്ട ജനമായ ദേശത്തേക്ക് അവരെ ഞാൻ കൊടുക്കും. അവരുടെ സൈന്യത്തിന്റെ മുന്നിലെ കിഴക്കൻ കടലിലും പിന്നിലെ പടിഞ്ഞാറൻ കടലിലും ആടും. തന്റെ ഗർഭത്തിന്റെ ചെയ്തികൾ നിമിത്തം അവൻ ദുർഗന്ധം വമിക്കും. ദേശമേ, ഭയപ്പെടേണ്ട, ആഹ്ലാദിച്ചാർപ്പിക്കുക. കർത്താവ് വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. വയലിലെ മൃഗങ്ങളെ പേടിക്കേണ്ട. മേച്ചിൽപ്പുറങ്ങൾ പച്ചപിടിച്ചിരിക്കുന്നു. വൃക്ഷങ്ങൾ ഫലം ചൂടുന്നു. അത്തിമരവും ഇരുവലയും ഫലങ്ങൾ സമൃദ്ധമായി നൽകുന്നു. സീയോൻ മക്കളെ ആനന്ദിക്കുവിൻ. നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും. പഴയതുപോലെ അവിടുന്ന് നിങ്ങൾക്ക് ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും സമൃദ്ധമായി പെയ്യിച്ചു തരും. മെതിത്തലകളിൽ ധാന്യം നിറയും. ചക്കുകളിൽ വീണ്ടുമെണ്ണയും കവിഞ്ഞൊഴുകും. വിട്ടിൽ വെട്ടുകിളി, പച്ചക്കുതിര, കമ്പൽപ്പുഴു എന്നിങ്ങനെ ഞാൻ അയച്ച മഹാശൈലികൾ നശിപ്പിച്ചവ സംവത്സരങ്ങളിലേക്കും നിലവുകൾ ഞാൻ തിരിച്ച് നൽകും. നിങ്ങൾ സമൃദ്ധമായി ഭക്ഷിച്ച് സംതൃപ്തി അടയും. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. എന്റെ ജനത്തിന് ഇനി ഒരിക്കലും രക്ഷിക്കേണ്ടി വരികയില്ല. ദൈവമായ കർത്താവിന്റെ സ്തുതി. എന്റെ സഹോദരരെ, മിസ്റ്റർ പൗലോസ്ലിഹ റോമൻസർക്ക് എഴുതിയ 6-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഒരു വായിച്ചു. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളിൽ ആരെങ്കിലും ഒരു സഹോദരന്റെ പരാതി ഉണ്ടാകുമ്പോൾ അവൻ വിശുദ്ധിനെ സമീപിക്കുന്നതിന് പകരം നീതിനെതിരായ വിജാതികളെ നേടാൻ മുതിർന്നു പോകും. വിശുദ്ധ ലോകത്തെ വിധിക്കുന്ന നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ ലോകത്തെ വിധിക്കേണ്ട കാര്യത്തെ നിസ്സാര കാര്യങ്ങളെക്കുറിച്ച് വിധി കൽപ്പിക്കാൻ അയോഗ്യരാകുന്നവരല്ലേ? ദൂതന്മാരെ വിധിക്കേണ്ടവരാണ് നാം എന്ന് നിങ്ങൾ അറിയില്ലേ? അങ്ങനെയെങ്കിൽ ഐഹിക കാര്യങ്ങളെപ്പറ്റി പറയാനുള്ളൂ. ഐഹിക കാര്യങ്ങളെക്കുറിച്ച് വിധി പറയേണ്ടി വരുമ്പോൾ സഭാത്വവും വിലമതിക്കാത്തവരെ നിങ്ങൾ ന്യായാധിപന്മാരെ അനുവദിക്കുന്നു. നിങ്ങളെ രക്ഷിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്. സഹോദരൻ തമ്മിലുള്ള വഴക്കുകൾ തീർക്കാൻ മാത്രം ജ്ഞാനിയായ ഒരു പോലും നിങ്ങളുടെ ഇടയിൽ ഇല്ലെന്ന് വരുമ്പോൾ സഹോദരൻ സഹോദരനെതിരെ പരാതിയുമായി ന്യായാസനത്തെ സമീപിക്കുന്നു. അതും വിജാതികളുടെ ന്യായാസനത്തിൽ. നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ്. എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ? വഞ്ചന സഹിച്ചുകൂടാ? നിങ്ങൾ തന്നെ സഹോദരനെ പോലെ ദ്രോഹിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നു. അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ വഞ്ചിതരാകരുത്. അസന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സുവർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദോഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളിൽ ചിലർ ഇത്തരക്കാരായിരുന്നു. എന്നാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിലും ഞാൻ സ്നാനപ്പെടുകയും മന്ത്രിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. Oh,
നിങ്ങളോട് കൂടെയും. വിശുദ്ധ ലൂക്കാറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 7 തിരുവചനങ്ങൾ. പ്രിയപ്പെട്ട, നമ്മൾ വായിച്ചു കേൾക്കാൻ പോകുന്ന സുവിശേഷ ഭാഗം പാപിനിക്കും മോചനം എന്ന തലക്കെട്ടോടുകൂടിയ സുവിശേഷ ഭാഗമാണ്. ഈ സുവിശേഷത്തിൽ പറയുന്ന യേശുക്രിസ്തു ഒരു ഫരിസേയന്റെ ക്ഷണം സ്വീകരിച്ച് അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു പാപിനെ യേശുവിൻ്റെ പാദത്തിൽ ഇന്ന് കാലുകൾ വീഴുകയും കണ്ണീരിലുണ്ട് തുടങ്ങുകയും ഒക്കെ ചെയ്തപ്പോൾ ചില ആളുകൾ പറയുന്നത്, ഈ സ്ത്രീ ഏത് തരത്തിലുള്ള ആളാണെന്ന് അറിയാൻ പാടില്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാവരും ഒരു ദൈവത്തിൻ്റെ മക്കളാണ്. നമുക്ക് എളിമയും വിനയവും ഉണ്ടെങ്കിൽ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുള്ളൂ. അപ്പോൾ എളിമയും വിനയവും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാം ദൈവത്തിൻ്റെ അവർണിമയ ദാനങ്ങളാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് എല്ലാ മനുഷ്യരെയും നമുക്ക് സ്നേഹിക്കാനൊക്കെ സാധിക്കുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പാപികളെ സ്വീകരിക്കുന്ന, പരിശീലന ക്ഷണം സ്വീകരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ ഈ ഒരു ശൈലി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഏത് മനുഷ്യരോട് സംസാരിക്കാനും ഏത് മനുഷ്യരെ സ്നേഹിക്കാൻ നമുക്ക് ശ്രമിക്കണം നമ്മൾ. കാരണം എല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ. ഇത് അങ്ങനെ ചെയ്യണമെങ്കിൽ എളിമയും പിന്നെ നമുക്കുണ്ടാകണം. നാം എന്തായിരിക്കുന്നവോ അത് ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണെന്നും കൂടി മനസ്സിലാക്കുന്നിടത്ത് മാത്രമേ നമുക്ക് ഇപ്രകാരം എല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കുള്ളൂ. കുരിശുമരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയും ശിഷ്യന്മാരുടെ വാദങ്ങൾ വരികയും വിനയത്തിൻ്റെ മാതൃക കാണിച്ച കർത്താവും ഒക്കെ ഇങ്ങനെ കാണിച്ചില്ലെങ്കിൽ അതിശയമുള്ളത്. അതുകൊണ്ട് അത് ഒന്ന് കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം ഈ സുവിശേഷത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്, ഈ സ്ത്രീ മോശക്കാരിയാണെന്ന രീതിയിൽ പറഞ്ഞപ്പോൾ യേശുക്രിസ്തു ശിമയോനോട് കാര്യം ചോദിക്കുന്നുണ്ട്. ഈ സ്ത്രീ എത്ര മോശക്കാരിയാണെങ്കിലും യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ അന്നത്തെ സാമൂഹ്യ രീതിക്കനുസരിച്ചുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ക്രിസ്തുവിനോട് കാണിക്കുന്നുണ്ട്. സ്നേഹിക്കുകയാണ് ക്രിസ്തുവിനെ. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു വരുന്നത്, എന്തെല്ലാം ഗുണങ്ങളുണ്ടെങ്കിലും മറ്റുള്ളവരെ സ്നേഹിക്കാനും മാന്യമായി ചെയ്യാനും കുറ്റവാളികൾക്ക് ഒരു സ്വാതന്ത്ര്യമുള്ള അവകാശമുണ്ട്. അത് പാപിയെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് മറ്റുള്ളവർ സ്നേഹിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. ഈ സ്ത്രീയുടെ പോരായ്മ ചൂണ്ടിക്കാണെങ്കിൽ ശിമയോൻ പോലും കർത്താവ് വീട്ടിൽ വന്നപ്പോൾ ആചാരാനുഷ്ഠാനങ്ങളോ മാന്യത മര്യാദ കാണിച്ചില്ല. പക്ഷേ ഈ സ്ത്രീ പാപിനിയാണെങ്കിൽ പോലും അവർ വന്നപ്പോൾ യേശുവിനെ സ്നേഹിക്കുകയും അന്നത്തെ സാമൂഹിക രീതി അനുസരിച്ച് പെരുമാറുകയും ചെയ്തു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുറ്റവാളിയാണെന്നോ പാപിയാണെന്നോ നമുക്ക് ഒരു മനുഷ്യൻ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. എല്ലാവർക്കും സ്നേഹിക്കാനുള്ള അവകാശമുണ്ട്, കടമയുണ്ട്. നമ്മൾ സ്വീകരിക്കണം. ക്രിസ്തു ഇവിടെ പറഞ്ഞു വരുന്നത് പാപിയെ സ്നേഹിക്കുന്നു, പാപത്തെ വെറുക്കുന്നു എന്നുള്ള ബൈബിളിൻ്റെ ആശയമാണത്. നമ്മുടെ ജീവിതം അങ്ങനെ ആയിരിക്കട്ടെ. കുറവുകളുടെയും പോരായ്മകളുടെയും തെറ്റുകളുടെയും പേരിൽ ആരെങ്കിലും മാറ്റി നിർത്താൻ ശ്രമിച്ചാൽ ഈ ലോകത്ത് നമ്മൾ ആരും കാണില്ല. അപ്പം അതുകൊണ്ട് നാം പാപത്തെ വെറുക്കുന്നു, എന്ന പാപിയെ സ്നേഹിക്കുന്നു. യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. അപ്പം അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ, എല്ലാ തരത്തിലുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടാനും അവരെ സ്നേഹിക്കാനും സാധിക്കണമെങ്കിൽ എളിമയും വിനയവും നമുക്ക് വേണം. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യത്തിൽ, കുറ്റവാളിക്കും പാപിക്കും ഒക്കെ സ്നേഹിക്കാനുള്ള അവകാശമുണ്ട്. അവർക്കും അതിനുള്ള കഴിവുണ്ട്, അതിനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് നമ്മെ സ്നേഹിക്കുന്നവർ, നമ്മോട് മാന്യമായി പെരുമാറുന്നവർ കുറ്റവാളിയാണെന്ന് ആരും നോക്കേണ്ട കാര്യം മനുഷ്യനാണെന്ന് മാത്രം നോക്കിയാൽ മതി. ഞാനും നിങ്ങളുമൊക്കെ മറ്റുള്ളവരുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കും. നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തത്തെ കൃത്യമായിട്ട് ചെയ്യുന്നില്ല. എന്നാൽ ഇവിടെ ഈ സ്ത്രീ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് യേശുക്രിസ്തു അതിനെ സ്നേഹിക്കുകയാണ്. ഇത്തരം ചിന്തയോടുകൂടി സൂക്ഷിച്ച് നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം. പാപിനിക്ക് മോചനം. പരിസയത്തിൽ ഒരുവൻ തന്നോടൊത്ത് ഭക്ഷണം കഴിക്കുവാൻ അവനെ ക്ഷണിച്ചു. യേശു അവൻ്റെ വീട്ടിൽ പ്രവേശിച്ച് ഭക്ഷണത്തിലിരുന്നു. അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൻ പരിസയൻ്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിൽ ഇരിക്കുന്നു എന്നറിഞ്ഞ് ഒരുവൻ കൽപ്പന നിറയെ സുഗന്ധതലവുമായി അവിടെ ഇരുന്നു. അവൾ അവൻ്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്ന് കണ്ണുനീരുകൊണ്ട് അവൾ അവൻ്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധതൈലം പൂശുകയും ചെയ്തു. അവനെ ക്ഷണിച്ച പരിശീലനത്തിൻ്റെ സ്വാഗതമായി പറഞ്ഞ്, ഇവൻ പ്രവാചകനാണെങ്കിൽ തൻ്റെ
വസിക്കുന്ന സ്ത്രീ ആരെന്നും ഏത് തരക്കാരി എന്നും അറിയുമായിരുന്നു. ഇവളൊരു പാപിനിയാണല്ലോ. യേശു അവരോട് പറഞ്ഞു, ശിമയോനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഒരു അരുളി ചെയ്താൽ എന്നവൻ പറഞ്ഞു. ഒരു ഉത്തമർണ്ണൻ 2 കടക്കാരുണ്ടായിരുന്നു. ഒരുവൻ 500 മറ്റവൻ 50 ധനാറ് കടപ്പെട്ടിരുന്നു. വീട്ടാൻ കഴിവില്ലാത്തത് കൊണ്ട് ഇരുവർക്കും അവൻ ഇടച്ചു കൊടുത്ത്. ആ 2 പേരിൽ ആരാണ് അവനെ കൂടുതൽ സ്നേഹിക്കുക? ശിമോൻ മറുപടി പറഞ്ഞ്, ആർക്കവൻ കൂടുതൽ ഇളവ് ചെയ്തു അവൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. അവൻ പറഞ്ഞ്, നീ ശരിയായി തന്നെ വിധിച്ച്. അനന്തരം യേശു ആ സ്ത്രീയോട് നേരെ തിരിഞ്ഞ് ശിമയോനോട് പറഞ്ഞ്, നീ ഈ സ്ത്രീയെ കാണുന്നില്ലേ? ഞാൻ നിന്റെ വീട്ടിൽ വന്ന് കാല് കഴുകാൻ നീ എനിക്ക് വെള്ളം തന്നില്ല. എന്നാൽ അവൾ കണ്ണുനീര് കൊണ്ട് എൻ്റെ കാല് കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്ത്. നീ എനിക്ക് ചുംബനം തന്നില്ല. എന്നാൽ ഞാനിവിടെ പ്രവേശിച്ചത് മുതൽ എൻ്റെ പാദങ്ങൾ ചുംബിക്കുന്നതിൽ നമ്മൾ വിരമിച്ചിട്ടില്ല. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ എൻ്റെ പാദങ്ങളിൽ സുഗന്ധതൈലം പൂശിയിരിക്കുന്നത്. അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവരുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ച് ആരോട് അല്പം ക്ഷമിക്കപ്പെടുന്നുവോ അവനല്പം സ്നേഹിക്കുന്നു. അവൻ അവളോട് പറഞ്ഞ്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവനോടുകൂടെ പങ്കിയിരിക്കുന്നവർ പരസ്പരം പറയാൻ തുടങ്ങി, പാപങ്ങൾ ക്ഷമിക്കുക പോലും ചെയ്തവൻ ആരാണ്? അവൻ അവളോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്ന, നീ സമാധാനത്തോടെ പോയിക്കൊള്ളുക. പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷ ചൈതന്യം കൊണ്ട് ശ്രീകന്മാരെ രക്ഷകർത്താവായ ദൈവമേ, ഈ ദിവ്യാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിൽ വിമർശിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിൽ ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായികൾക്ക് യോഗ്യമാവിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസനത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മളുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ.
പാപികളെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യരെയും ദൈവത്തിൻ്റെ മക്കളാണെന്ന വിധത്തിൽ പെരുമാറുവാനായിട്ട് എളിമയും വിനയവും നൽകണമേ എന്ന പ്രാർത്ഥനയോടൊപ്പം ഒരു പാപിക്കാണെങ്കിലും തെറ്റിയുന്നവനാണെങ്കിലും കുറ്റവാളിക്കാണെങ്കിലും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അർഹതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപ്രകാരം മറ്റുള്ളവർ നമുക്ക് ഇഷ്ടപ്പെടാത്തവർ നമ്മെ സ്നേഹിച്ചാൽ അവർ ഉൾക്കൊള്ളുവാനായിട്ട് അവരെ തിരിച്ച് സ്നേഹിക്കുവാനായിട്ടുള്ള ആ മനോഭാവം സൃഷ്ടിക്കണമെന്ന പ്രാർത്ഥനയോടൊപ്പം ഇനിയും പകർച്ചവ്യാധികളിൽ അസ്വസ്ഥരായിരിക്കുന്ന എല്ലാ മക്കളെ സമർപ്പിച്ചുകൊണ്ട് മരണമടഞ്ഞ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകിക്കൊണ്ട് കാലവർഷത്തിൻ്റെ കെടുതികളിൽ നിന്നും മോചനം നൽകണമെന്ന പ്രാർത്ഥനയുടെ പരീക്ഷ സ്കൂൾ ഇതിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് നാമങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ആചരണങ്ങളും പ്രാർത്ഥനകളും എല്ലാം ചേർത്ത് വെച്ച് യേശുനാമ വസ്തുക്കൾ പിതാവായ ദൈവത്തിന്റെ സന്നിധി നമുക്കൊന്ന് ചേർത്ത് സമർപ്പിക്കാം. അങ്ങയുടെ ആരാധ്യമായ ത്രിത്വത്തെ ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്കുകയും ബലിയർപ്പിക്കുകയും തന്റെ വിടാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മയോചരിക്കുവാൻ കൽപ്പിക്കുകയും തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സ്തുത്യർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നു. അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും.
സത്യവും പിതാവിനോടുകൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്ത് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്കു വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശിവായി തിരക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത് അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവ് ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിനെ നിങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈന്യവും സർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന്റെ ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. സഹോദരനെ ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങളാകുന്ന ദൈവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെയും അങ്ങേതാൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങൾ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും സമാധാനം നിങ്ങളോടുകൂടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് ഈ കുർബാന അർപ്പിക്കപ്പെടുന്നു. ഉയർന്ന സ്ഥലത്തിൽ ഇടപെടാതെ ശ്രദ്ധിച്ചുകൊണ്ടവർ നീറും ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും
അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്ത് രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ച് ഒടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ മക്കളിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. സർവത്രിക സഭയുടെ ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കു വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തിരുമേനിക്ക് വേണ്ടിയും പിതാവിന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക തിരുസഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി കുർബാനയെന്ന് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സൈന്യന്മാരുടെയും സാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി കുർബാനയെന്ന് സ്വീകരിക്കണമേ. നിശ്ചിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു
ഭവനങ്ങളിലും രോഗികളായി കഴിയുന്ന എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഇടവകയിലെ ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയും സുവിശേഷ സേവനത്തിനായി പുറത്തു പോയിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികർക്ക് വേണ്ടിയും സന്യാസികൾക്കും വേണ്ടിയും ആത്മായ പ്രേക്ഷിതർക്കും വേണ്ടിയും ലോകമെമ്പാടുമുള്ള എല്ലാ മിഷണറിമാർക്കും വേണ്ടിയും നമ്മുടെ ഇടവകയിൽ നിന്നും ഈ നാട്ടിൽ നിന്നും വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും എല്ലാ വൈദിക വിദ്യാർത്ഥികൾക്കും വേണ്ടി എല്ലാ മതാധ്യാപകർക്കും വേണ്ടിയും നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ ആരുപോലുമില്ലാത്തവർക്ക് വേണ്ടിയും വിശുദ്ധ കുർബാനയോടും വിശുദ്ധ ബൈബിളിനോടും പ്രത്യേകമാം വിധം സ്നേഹവും ആരാധനയെല്ലാം വൃദ്ധ മാതാപിതാക്കന്മാർക്കും വേണ്ടിയും മദ്യപാനത്തിൽ നിന്ന് മോചനം നേടുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടിയും വിധവകളായി കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും അതിന് ശുശ്രൂഷാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയും സന്താനങ്ങളില്ലാതെ എല്ലാ ദമ്പതികൾക്ക് വേണ്ടിയും വിവാഹപ്രായമെത്തി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട യുവതി യുവാക്കന്മാർക്ക് വേണ്ടിയും മതസ്ഥരായ ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയും നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യമായിരിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ജനത്തിനും വേണ്ടിയും യോഗ്യനായിരിക്കും വേണ്ടി കുർബാനയും സ്വീകരിക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ താമസിച്ചതിന് ആശീർവദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങൾക്ക് കടങ്ങളുടെ പാപങ്ങളെ മോചനത്തിനും മരിച്ചവരുടെ പ്രത്യാശകളിൽ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും നിഷ്പ്രിയാമഹവുമായ ഈ രക്ഷാപദ്ധതിയെ കുറിച്ച് നിങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്ന അങ്ങയുടെ പരിശുദ്ധന്റെ മൗലികത്താൽ രക്ഷിക്കപ്പെട്ട തിരുസഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളുടെ അങ്ങേക്ക് കറിഞ്ഞത് അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാ ഞങ്ങളർപ്പിക്കും. സ്തോത്രവും സ്തുതികീർത്തനങ്ങളും ഇന്നുമേ തൊഴുമെന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോടും ദയയോടെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്ന ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു എങ്കിൽ വിശുദ്ധവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരണവിശോഭിച്ചായേ നിന്റെ തിരുനാമത്തിന് സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. രക്ഷിക്കുന്നവർ ക്ഷയം പ്രാപിക്കുകയും ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവിശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാമെല്ലാവരോടും
ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പ്രത്യാശകളോടെ സമീപിക്കാം. അനുതാപത്തോടെ അപരാധങ്ങൾ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ ക്ഷമിച്ചാദർശിച്ചുകൊണ്ടും സഹോദരങ്ങളെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസന്റെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസന്റെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയുടെ വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസന്റെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പ്രവർത്തിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസന്റെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടെ നയിക്കത്തോടുകൂടിയ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസന്റെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, അങ്ങയുടെ ശരീരങ്ങളിൽ ആത്മാക്കളെ രക്ഷിക്കാൻ കാരണമാകട്ടെ. നിത്യജീവന് കാരണമാകട്ടെ. എന്നേക്കുമാമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടി കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ നിങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന വചനങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് ആമ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശുദ്ധമായ പ്രാർത്ഥന അങ്ങനെ ലഭിച്ച മനോവിശ്വാസത്തോടെ അവതരിക്കുവാൻ അങ്ങ് ഞങ്ങളെയും യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്ന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉന്നതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവേ, ശുദ്ധനായ സർവ്വേശ്വരൻ, നല്ലവനായ ദൈവമേ, എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യം അധികാരവും അങ്ങയുടേതാകുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുകയും സഭയോട് വിശുദ്ധരായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും കൃപയും കാരുണ്യവും നമ്മുടെ ദൈവമായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. മിശിഹായുടെ തിരുശരീരങ്ങളുടെ പ്രതിക്കും മോചനത്തിനും നിത്യജീവനും കാരണമാകട്ടെ.
പ്രിയപ്പെട്ടവരെ, നാളെ നമ്മുടെ ദേവാലയങ്ങള് വിശുദ്ധ കുർബാന അർപ്പിക്കിട്ട് നമ്മുടെ അരമനയിൽ നിന്നുള്ള നിർദ്ദേശാനുസരിച്ച് മാത്രമേ കേൾക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള വിവരം പ്രത്യേകമായിട്ടും ഓർമ്മിപ്പിക്കുകയാണ്. അരമനയിൽ നമുക്ക് നിർദ്ദേശം ലഭിക്കുന്നതനുസരിച്ച് നമ്മളത് പിന്നാലെ അറിയിക്കുന്നതായിരിക്കും. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ അങ്ങയുടെ ദിവ്യദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ കുരിശിലെ ബലി വഴി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജ്യത്തിൽ അങ്ങ് ഞങ്ങളെ അർഹരാക്കി. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കരുതർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ മിശിഹായി, നിന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് നീ ഞങ്ങളെ അർഹരാക്കി. ധ്യാനത്തിലും വചനത്തിലും പ്രവൃത്തിയിലും വിശുദ്ധീകരിക്കപ്പെട്ട് മഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അനന്തദാനത്തിന് നിനക്ക് ഞങ്ങൾക്ക് തന്നെ അർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ദൈവം
ദിവ്യാനം ലഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആശ്ചര്യവാന്താനങ്ങളിൽ നൽകിയാമരുളേ ദൈവം കരുണയോടെ എന്നും ജീവൻ നൽകും ദൈവികമാ രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ മതിലറിയും ചൊല്ലിയട്ടെ കുരിശാടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ പുത്രിതരായി ഭവിക്കട്ടെ എപ്പോഴും എന്നേക്കും ശക്തീകരണത്തിന്റെ പരിപീഠമേ സ്തുതി കടകർത്താവിന്റെ കാരണമേ സ്തുതി നിങ്ങൾ സ്വീകരിച്ച കുർബാന കടകളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ നേരിടർപ്പിക്കുവാൻ നിങ്ങൾ വരുമോ എന്നറിഞ്ഞുകൂട് നിത്യപുരോഹിതനായ ഈശോ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ കരുങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ രക്തത്താൽ നനയുന്നവരുടെ നാമങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ പകുതിയെ മുദ്രപതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ രോഗവസ്തുക്കളിൽ നിറയ്ക്കുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യത്തിന് മണ്ഡലവുമായി തീരട്ടെ. അങ്ങയുടെ കൂടിയായിരിക്കുവാനും ഭജൻ പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാവട്ടെ. ലോകരക്ഷകനായ ഈശോ അങ്ങയുടെ ശുശ്രൂഷ വൈദികരുടെ